ലോകോത്തര ബ്രാൻഡുകളുടെ ഉന്നത നിലവാരമുള്ള 25,000-ൽ കൂടുതൽ പ്രോഡക്റ്റുകളുടെ വൈവിധ്യമാർന്ന ശ്രേണി. പർച്ചേസിന്റെ സ്വാതന്ത്ര്യവും സൗകര്യവും ഇനി അനുഭവിച്ചറിയൂ വി-മാർട്ടിലൂടെ. വി-മാർട്ട് ഹൈപ്പർ മാർക്കറ്റ്. വി സെർവ് യു ദ ബെസ്റ്റ്. സമ്പൂർണമായൊരു ഷോപ്പിംഗ് പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അപ്പുറം. വി-മാർട്ട് ഹൈപ്പർ മാർക്കറ്റ്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഉൽപ്പന്ന വൈവിധ്യം. മധുമതി, കോട്ടയ്ക്കല് വി-മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് വന്നുട്ടോ. ഹാവ്, എനിക്ക് പകുതി ആശ്വാസമായി. വി-മാർട്ട്. വി സെർവ് യു ദ ബെസ്റ്റ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. മെയിൻ റോഡ്, ചെങ്കുവെട്ടി, കോട്ടയ്ക്കൽ. ലോ പ്രൈസസ് എവറിഡേ ഓൺ എവറിത്തിങ്. ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ബിഗ് ബ്രാൻഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഇന്ന് വി-മാർട്ട് തന്നെയാണുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിലും നമുക്ക് നമ്മുടെ സെക്ഷൻസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബേക്ക് കേക്ക്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സിൻ്റെ ഒക്കെ സെക്ഷനിലാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതും പിന്നെ നമ്മുടെ സാൾട്ടി ആയിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരുപാട് ഫുഡിൻ്റെ കളക്ഷൻസാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അതുപോലെ ഇന്നും ഉണ്ട് നമുക്ക് ഒരുപാട് നല്ല ഗിഫ്റ്റ്സും നല്ല ഫണ്ണി ക്വസ്റ്റ്യൻസും ഒക്കെ ഒരുപാട് ഫാമിലീസിനെ പരിചയപ്പെടാനുണ്ട്. സോ നമുക്ക് ഇനിയും ടൈം വേസ്റ്റ് ചെയ്യാനുള്ള നമുക്ക് നമ്മുടെ ഈ ഒരു സെക്ഷൻ കവർ ചെയ്യാം. ബേക്ക്, കേക്ക്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സിൻ്റെ ഒക്കെ ഒരു വലിയ സെക്ഷനിലാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കാണാം ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട് ഇവിടെ, ഫേവറേറ്റ് കേക്ക്. സോ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പിന്നെ അതുപോലെ തന്നെ കേക്ക്, സ്പഞ്ചസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഐറ്റംസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ജെല്ലീസ് ഉണ്ട്. സോ നമുക്ക് നമ്മുടെ ഈ ഒരു സെക്ഷനിലേക്ക് പോകാം അല്ലേ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്സ് ഏറ്റവും കൂടുതലുള്ള ഒരു സെക്ഷനാണ് കേട്ടോ ഇവിടെ. പ്രത്യേകിച്ച് നമ്മുടെ ബേക്കറി ഐറ്റംസ്, ബേക്സ് ഒരുപാട് വരുന്നുണ്ട്. അതേപോലെ ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. ഇതിൽ ചിലതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. ഇതിൻ്റെയൊക്കെ നെയിംസ് എന്താ? ഇതൊക്കെ ചെറിയാണ്. മാംഗോ സ്ലൈസ് അല്ലേ? ഇത് മാംഗോ സ്ലൈസ് ആണ്. നമ്മൾ അധികം ഒന്നും പുറത്തൊക്കെ മാത്രം കാണുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. മാംഗോ സ്ലൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഓറഞ്ച് സ്ലൈസ് ആൻഡ് പൊമേലോ സ്ലൈസ്. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് കാഷ്നട്ടിൻ്റെ 3 വെറൈറ്റീസാണ് വരുന്നത്. നോർമൽ നമുക്ക് കുറച്ചൊരു എന്താ പറയുക, കുറച്ച് എരിവൊക്കെയുള്ള ടൈപ്പ് ഒരു സ്പൈസി ഐറ്റമാണ് ഈ ഒരു കാഷ്നട്ട് വരുന്നത്. നമ്മുടെ നോർമൽ കാഷ്നട്ട് വരുന്നുണ്ട്. ഇതെങ്ങനെ, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ? ഗ്രീൻ കളറാണ് കേട്ടോ ഈ കാഷ്നട്ട് വരുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്താ? ഗ്രീൻ റോസ്റ്റഡ്. ഇതിൽ കാഷ്യൂ ഗ്രീൻ റോസ്റ്റഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ടേസ്റ്റ് എനിക്കറിയില്ല കേട്ടോ. ഗ്രീൻ ചില്ലിയുടെ ആണോ? അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഐറ്റം തന്നെ ആയിരിക്കും. കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള തന്നെയാണെന്നാണ് പറയുന്നത്. ഗ്രീൻ ചില്ലിയുടെ ഒരു ടേസ്റ്റ് വരും. പിന്നെ ഇത് ബദാം വരുന്നുണ്ട്. അതുപോലെ ഈ ഐറ്റത്തിൻ്റെ പേരെന്താ? വാൽനട്ട് അല്ലേ? വാൽനട്ടിൻ്റെ കളക്ഷനാണ് ഇത്. ആൻഡ് ദെൻ പിസ്തയൊക്കെ നമ്മൾ നോർമൽ കാണുമെങ്കിലും വാൽനട്ട്, അതുപോലെ തന്നെ ഡ്രൈ കിവിയാണിത്. നമ്മൾ നോർമലി കിവി ജ്യൂസസ് കുടിക്കുമെങ്കിലും കിവി ഡ്രൈ കാണാൻ അധികം നോർമൽ നമ്മളങ്ങനെ മേടിക്കാറില്ല. പിന്നെ ഡ്രൈ ഡ്രൈ അംല വരുന്നുണ്ട്. അതുപോലെ പപ്പായ ക്യൂബ് ഡ്രൈ, പപ്പായയുടെ ഡ്രൈ ആണ് കേട്ടോ ഈ ഒരു കാണുന്നത്. പപ്പായൊക്കെ ഡ്രൈ ആയിട്ട് നമ്മളങ്ങനെ നോർമലി തീരെ മേടിക്കാത്തൊരു സംഭവമാണ്. പിന്നെ ഷമാം ഫ്രൂട്ട്സ് ആണിത്. ഷമാം ഫ്രൂട്ട്സ് വരുന്നുണ്ട്. അതേപോലെ പപ്പായ ഡ്രൈ സ്ലൈസസ് അല്ല, സ്മോൾ പീസസ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള പപ്പായസിൻ്റെ ഒരു കളക്ഷനാണ് ഇതിൽ വരുന്നത്. ആൻഡ് നോർമലി ഉള്ള നമ്മുടെ ഡയറി ഹോം ട്രഫിൾസ് പാരലൈൻസ് ആണ് ഇതിലുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഇംലിയാണ് കേട്ടോ. ഇംലിയൊക്കെ നോർമലി നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കണ്ടിരുന്ന ചോക്ലേറ്റാണ്. ഇപ്പം ചോക്ലേറ്റ് അല്ല, നമ്മുടെ ഒരു വില്ലേജ് ഐറ്റംസിൽ വരുന്ന ഒരു സംഭവമായിരുന്നു. ഇവിടെ ഇതിൻ്റെ റേറ്റ് എത്ര വരുന്നത്? 330 അല്ലേ? ഓക്കെ. ആൻഡ് ദെൻ പിന്നെ ഡ്രൈ ആയിട്ടുള്ള സ്ട്രോബെറി വരുന്നുണ്ട്. ജിഞ്ചർ ഡ്രൈ വരുന്നുണ്ട്. പൈനാപ്പിൾ കോയിൻ ഡ്രൈ, ഒരു കോയിൻ സൈസിൽ പൈനാപ്പിൾ ഡ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. പിന്നെ ബ്ലാക്ക്ബെറിയുടെ ഡ്രൈ ആണ്. ബ്ലാക്ക്ബെറി ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ അത്തിപ്പഴം എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ ഇതിൽ വരുന്നത്. നമ്മളൊരു ചെയിൻ പോലെയാണ് കിടക്കുന്നത്. പിന്നെ നമ്മളിതൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു വലിയ കളക്ഷനാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരുപാട് സ്പൈസി ആയിട്ടുള്ളതും പിന്നെ സ്വീറ്റ് ആയിട്ടുള്ളതും സോൾട്ട് ആയിട്ടുള്ളതും കുറേ ഐറ്റംസ് ഉണ്ട്. ഇനി നമുക്ക് ഈ സെക്ഷൻ്റെ അപ്പുറത്തെ ഭാഗത്ത് പോകണം.
ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നട്ട്സിൻ്റെയൊക്കെ സെക്ഷനിലാണ്. എന്നെ കാണുമ്പോൾ നല്ല രസമില്ലേ, ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ട് സ്റ്റൈലിനൊന്നും വെച്ചതല്ല. ഈ ഒരു സെക്ഷനിലേക്ക് കയറിയപ്പോൾ പ്രത്യേകമായിട്ട് എന്നോട് പറഞ്ഞു ഹെയർ ഒന്നും വീഴാൻ പാടില്ല, അത്രയും നല്ല കെയർ ചെയ്തിട്ടാണ് ഈ ഒരു സെക്ഷൻ ഇവിടെ നോക്കുന്നത്. എല്ലാ സ്റ്റാഫ്സും ഈ ഒരു സെക്ഷനിൽ ഈ ടൈപ്പ് ക്യാപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി, ഫുഡിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. നല്ല ഗ്ലാമറാണ് കേട്ടോ. പക്ഷേ എനിവേ നമുക്ക് ഈ ഒരു ഡേറ്റ്സിലേക്ക് നോക്കാം. ഇത് ഒരുപാട് ടൈപ്സ് ഓഫ് ഡേറ്റ്സ് ആണ് കാണുന്നത്. നമുക്ക് ചോദിക്കാമല്ലോ, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. എന്തൊക്കെ ടൈപ്പാണ് ഇതിൽ വരുന്നത്? കോദ്രി ഡേറ്റ്സ് 600 ആണ് MRP റേറ്റ് വരുന്നത്, 500 ആണ് നമ്മുടെ ഡീൽ പ്രൈസ് വരുന്നത്. അതേപോലെ ലോട്ടസ് ഡേറ്റ്സ് വരുന്നുണ്ട്, 295 ആണ് ഡീൽ പ്രൈസ്, 330 ആണ് MRP. ആൻഡ് ദെൻ ബറാരി, ചിലപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവും, എനിക്ക് ഈ വായിച്ച ഐഡിയ മാത്രമേ ഉള്ളൂ. ബറാരിയിൽ 130 ആണ് MRP, 199 ആണ് നമ്മുടെ ഡീൽ പ്രൈസ് വരുന്നത്. പിന്നെ അംബാരി ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരുന്നുണ്ട്, 1750. ഇത് 1750 എത്ര ഗ്രാമിനാ? 1 കിലോ ആണ് 1750 ആണോ? ഓക്കെ, അത് എങ്ങനെയാണ് വെയിറ്റ് വരിക? 1 കിലോയ്ക്ക് 1750 അല്ലേ? നമ്മുടെ ഡീൽ പ്രൈസ് വരുന്നത് 1500 ആണ്. നല്ല എമൗണ്ട് ലെസ് പ്രൈസിന് കിട്ടുന്നുണ്ട്. അതുപോലെ ഫെറാജി ഡേറ്റ്സ് 300 ആണ് MRP, ഡീൽ പ്രൈസ് വരുന്നത് 230 ആണ്. ആൻഡ് ദെൻ മബ്രൂം ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ്സ് വരുന്നുണ്ട്, 880 ആണ് നമ്മുടെ MRP വരുന്നത്, ബട്ട് ഡീൽ പ്രൈസ് വരുന്നത് 770 ആണ്. ആൻഡ് ദെൻ ഷക്കായി ഡേറ്റ്സോ, ഷക്കായി ഡേറ്റ്സ് എന്നാണോ? ഷക്കായി ഡേറ്റ്സ് പ്രൊനൗൺസിയേഷനും അറിയില്ല കേട്ടോ. 750 ആണ് MRP, 650 ആണ് അതിൻ്റെ ഡീൽ പ്രൈസ് വരുന്നത്. ഏകദേശം ഫിനിഷായി തുടങ്ങിയിട്ടുണ്ട്. സെക്ഷനിൽ ഭയങ്കര നമ്മൾ ഈ ഒരു ഡേറ്റ്സ് എപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ആണ്. എനർജിക്ക് ഏറ്റവും ബെറ്റർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ ഇതൊക്കെ നോർമൽ 180 സയർ ഡേറ്റ്സ് എന്നാണ് അതിൻ്റെ നെയിം വരുന്നത്. ഡീൽ പ്രൈസ് ആണ് 180 ആൻഡ് ഡീൽ പ്രൈസ് 225 വരുന്ന ഡേറ്റ്സ് ആണിത്. ഫറദ് ഡേറ്റ്സ് എന്നാണ് അതിൻ്റെ പേര് കാണിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡീൽ പ്രൈസ് 235 വരുന്ന അമീർ ഡേറ്റ്സ് ഉണ്ട്, 528 ആണെന്ന് തോന്നുന്നു അതിൻ്റെ നോർമൽ പ്രൈസ് വരുന്നത്. ഞാനൊന്ന് മുങ്ങിയാലോ? ഞാൻ ഒന്ന് മുങ്ങിയിട്ട് വരാം കേട്ടോ. പൊങ്ങി. ഇത് വരുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. എന്ത് സംഭവം? കിസ്മിസ് ആണ് കേട്ടോ. നല്ല ബ്ലാക്ക് കളറിലുള്ള കിസ്മിസ് ആണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റ്സ് എത്രയാണ്? ഇമ്പോർട്ടഡ് ഐറ്റം ആണ്. നല്ല ടേസ്റ്റി ഡേറ്റ്സ് ആണ് തോന്നുന്നു. നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലുള്ള ഡേറ്റ്സ് ആണ്. എടുത്തു വെക്കുമല്ലോ അല്ലേ? ചെറിയ അബദ്ധമൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ആൻഡ് ദെൻ ഇവിടെ പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിസ്ത പാക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇനിയാണ് നമ്മുടെ ചോക്ലേറ്റ് സെക്ഷൻ വരുന്നത്. ചോക്ലേറ്റ്സിൽ നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ഇതിൽ ഫെറേറോ റോച്ചർ എന്ന് പറഞ്ഞ നമ്മുടെ ഫേമസ് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ റഫാലോ വരുന്നുണ്ട്. അതുപോലെ സ്നിക്കേഴ്സിൻ്റെയും ബോണ്ടിയും ഒക്കെ വരുന്ന കളക്ഷൻ വരുന്ന ഒരു ചോക്ലേറ്റ് പാക്കാണ് ഇത്. ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷനാണ് ഇതിൽ വരുന്നത്. പ്രൈസ് അറിയണമല്ലോ അല്ലേ? 850 ആണ് നമ്മുടെ ഡീൽ പ്രൈസ് വരുന്നത്. 970 ആണ് ഒറിജിനൽ റേറ്റ്. ആൻഡ് 552 ആണ് ഡീൽ പ്രൈസ് വരുന്നത്. MRP 600 ആണ്. അതേപോലെ 200 റുപ്പീസ് വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു കളക്ഷൻ. ഇതിൽ കോംബോ ആയിട്ടാണ് വരുന്നത്. ബൗണ്ടി പ്ലസ് സ്നിക്കേഴ്സ് അങ്ങനെയാണ് വരുന്നത്. അതിൽ 200 ആണ് നമ്മുടെ MRP. 190 റുപ്പീസിന് നമുക്കത് ഇവിടെ കിട്ടും. ആൻഡ് ദെൻ പിന്നെ വരുന്നതാണ് കാണാൻ നല്ല ഭംഗിയുള്ള പാക്കിംഗ് ആയിട്ട് നമ്മുടെ കാഡ്ബറിയുടെ തന്നെ റിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കളക്ഷൻ. ഇതിൽ ചോക്ലേറ്റ് കോട്ടിങ്ങിലുള്ള കാഷ്യൂനട്ട്സ് ബദാംസ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രൈസ് 400 ആണ് MRP. 383 ആണ് ഇതിൻ്റെ ഡീൽ പ്രൈസ് വരുന്നത് കേട്ടോ. ശരിക്കും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്, ഓഫർ പ്രൈസിലാണ് ഇവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ വരുന്നതാണ് ആൽമണ്ട്സിൻ്റെ ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് അല്ല, ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. കോട്ടഡ് ഡ്രൈ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഇതിൽ വരുന്നത്. ഇതും റേറ്റ് MRP 400 ആണ്.
389 തന്നെയാണ് ഇതിൻ്റെ നമ്മുടെ ഡീൽ പ്രൈസ് വരുന്നത്. അതേപോലെ തന്നെ പിന്നെ കാഡ്ബറിയുടെ ഡയറി മിൽക്കിൻ്റെ കോംബോ, ഡയറി മിൽക്ക് 5 സ്റ്റാർ എല്ലാം കൂടെ വരുന്ന ചെറിയ കോംബോസ് ആണിത്. നമുക്കിപ്പോൾ സിംഗിളായിട്ട് മേടിക്കുന്നതിന് പകരം കുറച്ച് കോംബോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ചോക്ലേറ്റ്സ് ആണിത്. പിന്നെ നോർമൽ പാക്കിംഗ് ചോക്ലേറ്റ്സ് സ്നിക്കേഴ്സിൻ്റെ ടിന്നാണ് കേട്ടോ. സ്നിക്കേഴ്സിൻ്റെ ടിന്നാണിത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണില്ലേ, നല്ല തിരക്കാണ് ഇപ്പം. അതിനിടയിൽ കയറിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ആൻഡ് ദെൻ പിന്നെ ഉള്ളത് ചോക്കോഫിൽസ് ചോക്കോ ഹേർട്ട് ഷേപ്പിൽ പാക്ക് ചെയ്തിട്ടുള്ള ചോക്കോ ഹേർട്സ് ആണ്. ബോൺമെൽസ് എന്നൊക്കെയാണ് കേട്ടോ ചോക്ലേറ്റിൻ്റെ മുകളിൽ പാക്കിങ്ങിൽ എഴുതിയിട്ടുള്ളത്. ആൻഡ് ദെൻ പിന്നെ ഇത് ഗുലാബ് ജാമുനാണ് മിയാസിൻ്റെ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ സെക്ഷനിൽ നോക്കിയപ്പോൾ ഗുലാബ് ജാംസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഗുലാബ് ജാംസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ വീണ്ടും കുറച്ച് സാൾട്ടി ടേസ്റ്റ് വരുന്ന കാഷ്നട്ട്സ് ആണിത്. അതിൽ തന്നെ സോൾട്ട് വരുന്നുണ്ട്, നോർമൽ കാഷ്യൂസ് വരുന്നുണ്ട്, പിന്നെ ഡ്രൈ റോസ്റ്റഡ്. ഇത് റോസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ചൊരു എന്താ പറയുക ബ്ലാക്കിഷ് കളറൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഒരു ഡ്രൈ ഫ്രൂട്ട്സിൽ തന്നെ കാഷ്നട്ടിൻ്റെ റോസ്റ്റഡ് ആണ് ഇത് വരുന്നത്. അതേപോലെ ഇത് മിക്സഡ് നട്ട്സ് ആണ് കേട്ടോ. ഇതിൽ കാഷ്നട്ട് വരുന്നുണ്ട്, പിന്നെ വാൾനട്ട് വരുന്നുണ്ട്, പിസ്ത, കിസ്മിസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്ന ഒരു പാക്കിംഗ് ആണിത്. ഇതിൻ്റെ MRP 450 ആണ്. പ്രൈസ് എത്രയാണെന്ന് ഡീൽ പ്രൈസ് ഇതിൽ കാണുന്നില്ല. പിന്നെ ആൻഡ് ദെൻ ഇതൊരു കോംബോ ട്രിപ്പിൾ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു കോംബോ ആണ്. നെറ്റ് ഫെസ്റ്റിൻ്റെ സെലക്റ്റഡ് ഹാൻഡ് പിക്കഡ് ഐറ്റംസ് ആണ് ഇതിലുള്ളത്. 1180 ആണ് ഇതിൻ്റെ MRP. 1160 നമുക്കിത് കിട്ടുന്നത്. ഇതിൽ പിസ്ത വരുന്നുണ്ട്, ബദാം വരുന്നുണ്ട് ആൻഡ് കാഷ്നട്ട്. ആ ഒരു കോംബോയിലാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ആൻഡ് ദെൻ പിന്നെ ഉള്ളത് നമ്മുടെ പിസ്തയുടെ തന്നെ വേറൊരു ഐറ്റം, പിസ്ത ചിയോസ് എന്നാണ് ഉള്ളത്. പിന്നെ അതേപോലെ ആൽമണ്ട്സ് വരുന്നുണ്ട്. ഇത് കാഷ്നട്ടിൻ്റെ കാഷ്യൂസ് റോസ്റ്റഡ് സാൾട്ടഡ് കാഷ്യൂസ് ആണിത്. പിന്നെ റോസ്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് കാഷ്നട്ട്സ് അധികവും കാണിക്കുന്നത്. പിന്നെ നമ്മൾ നോർമൽ കഴിക്കുന്ന നോർമൽ ടൈപ്പ് കാഷ്നട്ട്സ് കുറച്ച് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള, ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതാണ്. ഇതിൽ 680 ആണ് നമ്മുടെ MRP. ബട്ട് നമുക്ക് കിട്ടുന്ന ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് 660 ആണ്. ദെൻ ഇത് നമ്മൾ നേരത്തെ കണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, ഈ പപ്പായ, അതേപോലെ വാൾനട്ട്, ഓറഞ്ച്, അങ്ങനെ പീസസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതിൻ്റെ ഒരു കോംബോ ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 195 ആണ്. ആൻഡ് ദെൻ ഗൂസ്ബെറി വരുന്നുണ്ട്. പിന്നെ ഇത് തേൻനെല്ലിക്ക അല്ലേ, ഗൂസ്ബെറി, ഹനി അംല. ഇത് നല്ല തേനിലിട്ട നെല്ലിക്ക, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തേൻ നെല്ലിക്ക. കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു റേറ്റിംഗ് വരുന്നത് ഡീൽ പ്രൈസ് 28 ആണ്. ആൻഡ് ദെൻ പിന്നെ വരുന്നത് സൺമെയ്ഡ്, ഇതൊക്കെ ക്രാൻബെറീസ് ആണ് കേട്ടോ. ക്രാൻബെറീസിൻ്റെ പാക്കിംഗ് ആണ് ഇതിലൊക്കെ വരുന്നത്. അതേപോലെ പിന്നെ വരുന്നത് കാലിഫോർണിയ പിറ്റഡ് പ്രോൺസ് ആണ്. പ്രോൺസ് ഡ്രൈഡ് പ്ലംസ്, ഡ്രൈ ആയിട്ടുള്ള പ്ലംസിൻ്റെ ഒരു സെക്ഷനാണിത്. അങ്ങനെ വയൽ കൊള്ളുന്നതും വയൽ കൊള്ളാത്തതുമായിട്ടുള്ള പേരുകളിൽ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്. ഡേറ്റ്സിൻ്റെ ഒരു സെക്ഷനാണ് വീണ്ടും നമ്മൾ കവർ ചെയ്യുന്നത്. ഇതിൽ അറേബ്യൻ ഡേറ്റ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ വരുന്ന കുറച്ചൊരു ഡാർക്ക് കളറിലുള്ള ഡേറ്റ്സ് ആണ് ഇതൊക്കെ. പിന്നെ ഇത് പൊട്ടാറ്റോ ചിപ്സ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. 25 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. നമുക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും വരാതെ കുറച്ച് സേഫായിട്ട് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ചോയ്സാണ് വിമാർട്ടിൽ. ആൻഡ് ദെൻ പിന്നെ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതെനിക്ക് എത്തില്ലായിരുന്നു കേട്ടോ, ഞാൻ ഭയങ്കര ഹൈറ്റല്ലേ. അപ്പം എൻ്റെ സൈസിന് പറ്റിയ ഒരു ചോക്ലേറ്റിൻ്റെതാണ് ഒരു ബാസ്ക്കറ്റാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 715 ആണ് ഡീൽ പ്രൈസ്. 960 ആണ് നമ്മുടെ MRP. നല്ല ഭംഗിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ബെറ്റർ ആയിരിക്കും. ആൻഡ് ദെൻ പിന്നെ ഇവിടെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ബദാം,
ചപ്പാത്തി, പാക്കറ്റ് ചപ്പാത്തീസ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ദൂരെ യാത്രയ്ക്ക് കഴിഞ്ഞ് വന്നാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ പാക്കറ്റ് ചപ്പാത്തീസ് ഉണ്ട്. പൊറോട്ട ഉണ്ട്. ആൻഡ് ദെൻ വേറെ എന്തൊക്കെയുണ്ട്? പൊറോട്ട ആൻഡ് ചപ്പാത്തിയാണ് മെയിനായിട്ട്. പിന്നെ വീറ്റ് പൊറോട്ട ഉണ്ട്. ഹാഫ് കുക്കഡ് ആണ് കേട്ടോ എല്ലാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഫസ്റ്റ് ഫാമിലി നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ സർ, പേരെന്താ? ആഷിഫ്, മൂസിന, ഇഷാന്. പേരെന്താ? എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കോടൂര്, മലപ്പുറം കോടൂര്. മലപ്പുറം. എങ്ങനെയാണ് ഇവിടെ എത്തിയത്, വിമാട്ടിലെത്തിയത്? ഇവിടെ എത്തിയത് കുറേ ഫ്രണ്ട്സ് അറിഞ്ഞ് ഇവിടെ കുഴപ്പമില്ല, നല്ല പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പയ്യന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ ചില്ലറ പർച്ചേസ്. ഓക്കെ സർ, എന്താണ് മറ്റുള്ള മാർക്കറ്റും ഇതും തമ്മിലൊരു ഡിഫറൻസ് തോന്നിയത് വിമാട്ടുമായിട്ട്? ഡിഫറൻസ് പറഞ്ഞാൽ പൊതുവേ കളക്ഷൻസും കൂടുതലാണ്, നല്ല ക്വാളിറ്റി ഐറ്റംസ് സാധനങ്ങളെല്ലാം വരുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പോൾ കണ്ടതിൽ നമ്മുടെ ഈ കോട്ടക്കൽ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ തന്നെ ബെറ്റർ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയും. താങ്ക് യു. അപ്പം നമുക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ട്, ആൻസർ പറഞ്ഞാൽ വിമാട്ടിൻ്റെ നല്ലൊരു ഗിഫ്റ്റ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു വീട്ടിൽ കറണ്ട് പോയി, അവിടെ ഒരു മെഴുകുതിരി ഉണ്ട്, ഒരു വിളക്കും ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും ഫസ്റ്റ് ലൈറ്റ് ചെയ്യുക, കത്തിക്കുക? ഏതായിരിക്കും? തീപ്പെട്ടി. കറക്റ്റ് ആൻസർ ആണ്. തീപ്പെട്ടി കത്തിച്ചതിന് ശേഷമല്ലേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? സോ നമ്മുടെ കറക്റ്റ് ആൻസർ ആണ്. ഗിഫ്റ്റ് വേണ്ടേ? വിമാട്ടിൻ്റെ നല്ലൊരു വലിയ ഗിഫ്റ്റ് തന്നെ ഉണ്ട്. സോ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? സോ നമ്മുടെ വിമാട്ടിൻ്റെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. നല്ല വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഉണ്ട്. ഓക്കെ, നല്ല കനത്തിലുള്ളൊരു ഗിഫ്റ്റ് അല്ലേ? ന്യൂ ഇയറിൻ്റെ വിമാട്ടിൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ ഹാപ്പി അല്ലേ? ഇനി പർച്ചേസിങ് തുടങ്ങാം. താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മെയിനായിട്ട് ഇമ്പോർട്ടഡ് ഐറ്റംസ് മാത്രമുള്ള ഒരു സെക്ഷനാണ്. കൂടുതലും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഫ്ലാക്സ് സീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കാണുന്നുണ്ട് ഏറ്റവും ടോപ്പിൽ. പിന്നെ നമ്മുടെ പിസ്ത എല്ലാം ഇമ്പോർട്ടഡ് ആണ് കേട്ടോ. കാഷ്യൂനട്ട്സ് ഉണ്ട്, DCC ഡെലീഷ്യസ് കാഷ്യൂസ്, അതുപോലെ തന്നെ ഗുലാബ് ജാമുൻ ഉണ്ട്. ഗുലാബ് ജാമുൻ തന്നെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് ഇതിൽ, ഫ്ലേവേഴ്സ് വരുന്ന. പിന്നെ ഒരുപാട് ഫ്ലേവേഴ്സിലുള്ള ഡയറി മിൽക്സ് ഉണ്ട്, സിൽക്കി ഉണ്ട്, നോർമൽ ഡയറി മിൽക്ക്, നമ്മുടെ നെറ്റ്സും പിന്നെ ഫ്രൂട്ട് ആൻഡ് നെറ്റ്സ് വരുന്നതുണ്ട്. പിന്നെ കാഡ്ബറിയുടെ ബോൺവില്ല ഉണ്ട്. അതുപോലെ ഡയറി മിൽക്കിൽ തന്നെ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിൽ വരുന്നത് മാർവലസ് ക്രിയേഷൻസ് കുക്കി നട്ട് ആൻഡ് ക്രഞ്ച് ആണ്. ക്രഞ്ചി ആയിട്ടുള്ള കുക്കി നട്ട്സ് വരുന്നതാണ്. പിന്നെ ഉള്ളത് ഡയറി മിൽക്കിൽ വരുന്ന ക്രാക്കിലുണ്ട്. പിന്നെ കിറ്റ്കാറ്റ് മിൽക്കി ബാറിൻ്റെ ചെറിയ സൈസാണ്, 3D ജംഗിൾ വുഡ് 3D സ്കെയിലിൽ വരുന്നത്. ആൻഡ് ദെൻ ന്യൂട്ടീസ് ഉണ്ട്. നമ്മുടെ ഉള്ളിൽ കാഷ്യൂനട്ടാണ് ഇത്, പുറമെ ചോക്ലേറ്റ് കോട്ടിങ്ങും ഉള്ളിൽ കാഷ്യൂനട്ടാണ് ഇതിൽ വരുന്നത്. ആൻഡ് ദെൻ കിറ്റ്കാറ്റിൻ്റെ നോർമൽ ഫ്ലേവേഴ്സാണ്. മിൽക്ക് ചോക്ലേറ്റ് വരുന്നുണ്ട്, മിൽക്ക് ചോക്ലേറ്റ് ഇത് അമൂലിൻ്റെ ആണ്. പിന്നെ ഫ്യൂസ് ട്വിക്സ് ബാർ 1 ആണ് കേട്ടോ. ബാർ 1 ചാർജ് എന്ന് പറഞ്ഞിട്ട് നെസ്ലയുടെ ഒരു ചോക്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പാക്കിങ് വന്നിട്ടുള്ള ഡയറി മിൽക്കിൻ്റെ തന്നെ കുറച്ച് നമ്മുടെ ഈ ജംസിൻ്റെയൊക്കെ ഒരു ഐറ്റംസ് വരുന്ന പാക്കിങ്ങിൽ അങ്ങനെ കാണിക്കുന്നത്.
ഡയറി മിൽക്കിൻ്റെ ന്യൂ ആണ്. ഡയറി മിൽക്കിൻ്റെ തന്നെ വലിയ കളക്ഷൻസ് ആണ്, നമുക്ക് പുറമേ അധികം കിട്ടാത്ത കളക്ഷൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ. പിന്നെ മഞ്ച് വരുന്നുണ്ട്, പേർക്ക്, പിന്നെ താഴേക്ക് വരുന്നത് നമ്മുടെ കിറ്റ്കാറ്റിൻ്റെയും മഞ്ചിൻ്റെയും പിന്നെ 5 സ്റ്റാറിൻ്റെ ഒക്കെ ഫാമിലി പാക്സ് ആണ്. പിന്നെ കാഡ്ബറീൻ്റെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ്, കാണാനും കുറച്ച് ഭംഗിയുള്ള പാക്കിങ്ങിലായിട്ടുള്ള കുറേ കാഡ്ബറി സെലിബ്രേഷൻ കാഡ്ബറിയുടെ ചോക്ലേറ്റ്സ് ആണ്. ഇതും വലിയ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. 215 ഗ്രാമാണ് ഇതിൽ വരുന്നത്. 160 ആണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത്. നമുക്ക് ഒരു നോർമൽ ഗിഫ്റ്റായിട്ട് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ വലിയ എക്സ്പെൻസീവ് അല്ലാത്ത ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റാണ്. ദെൻ പിന്നെ വരുന്നത് ഇതിലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം വേറെ വരുന്നത് നമ്മുടെ ഡോറാമോൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ബിസ്ക്കറ്റി ചോക്ലേറ്റ് മിക്സ് ആവുന്ന 3 ലെയർ പാക്കിങ്ങിൽ വരുന്നൊരു ചോക്ലേറ്റ് ആണ്. ഫ്ലൈ ഹൈ, ഒരുപാട് പാക്കിങ്, നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുന്ന ടൈപ്പിലുള്ള ഒരു പാക്കിംഗ് ആണ്. ഇതിൻ്റെ തന്നെ സ്ട്രോബെറി, പിന്നെ വാനില, ഓറഞ്ച്, ഇങ്ങനെ 3 ഫ്ലേവേഴ്സ് വരുന്നുണ്ട് ഇതിൽ. ഇത്രയാണ് നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ. പിന്നെ ഗുലാബ് ജാമുൻ്റെ വലിയ പാക്സൊക്കെ മുകളിലുണ്ട് കേട്ടോ. ഈ ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുന്ന സീഡ്സ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബദാം പിസ്ത, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് നോർമലി അത്ര നല്ല ക്വാളിറ്റീസ് ഉള്ളതൊന്നും പുറത്ത് കിട്ടാറില്ല, പക്ഷേ ഇവിടെ നല്ല ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ആയിട്ടുള്ള നമ്മുടെ കാഷ്നട്ട്, പിസ്ത, പിന്നെ ബദാം എല്ലാം വരുന്നുണ്ട്. ഗുലാബ് ജാമുൻ്റെ മിയാസ് ഗുലാബ് ജാം, രസഗുളയൊക്കെ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ അത്ര അങ്ങ് നന്നാവാറില്ല. പക്ഷേ ഈ ഒരു സെക്ഷൻ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റ്സ് ആണ് ഇതൊക്കെ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഫാമിലിയെ പരിചയപ്പെടാം. ചേട്ടൻ്റെ പേര്? വിവേക്. സജിത. എന്ത് ചെയ്യുന്നത്? ഞാൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ടീച്ചറാണ്, ലീവാണ്, ചെറിയ കുട്ടിയുണ്ട്. കുഞ്ഞവയെ കൊണ്ടുവന്നിട്ടില്ല അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ വിമാട്ടിലെ പർച്ചേസിംഗ് ഒക്കെ? നന്നായിരുന്നു, ഒരു പ്രൊപ്പോർഷണലിസം ഉണ്ട്, അതാണ്, ഫ്രീ ആണ്, ഈസിയാണ് പർച്ചേസ് ചെയ്യാൻ. എങ്ങനെയുണ്ട് ചോയ്സസ് ഒക്കെ? എങ്ങനെയുണ്ട്? ചോയ്സ് വളരെ നല്ലതാണ്. എങ്ങനെയാണ് ഇവിടെ ഫസ്റ്റ് ടൈം ആണോ അതോ? അല്ല എപ്പോഴും വരാറുണ്ട്. മുതൽ ഇവിടെ ഉണ്ട്, ഉദ്ഘാടനത്തിന്റെ ദിവസം മുതൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അത്രയും അട്രാക്ഷൻ ആയി തോന്നാനുള്ള മെയിൻ റീസൺ എന്താ? നമുക്ക് നമ്മളെന്താ വെച്ചെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. എത്ര റഷ് ഉണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഈസി ആയിട്ട്. നമുക്ക് ടൈമുണ്ട്, ചോയ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി ചെന്നാലും പിന്നാലെ ആൾ വരും, എന്ത് വേണം ചോദിച്ചിട്ട്. ഇവിടെ അങ്ങനെയില്ല, നമ്മുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. സ്റ്റാഫ്സ് ഉണ്ടെങ്കിലും ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല, നല്ല സർവീസ് ആണല്ലേ? നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും. അപ്പോൾ നല്ല ഒരുപാട് കമൻസ് ഉണ്ട്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ആവാം അല്ലേ, ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ. ആൻസർ പറഞ്ഞാൽ നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട് വിമാട്ടിൻ്റെ. ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ, ഒരു ഗിഫ്റ്റ് ഒക്കെ ആവാം അല്ലേ? സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഒക്കെ അറിയില്ലേ? എല്ലാം അറിയാം, ചുമ്മാ അറിയാം, എനിക്കും അറിയാം, എന്നാലും ചോദിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ആൽഫബറ്റ്സിനിടയിൽ ഒരു ലെറ്റർ മാത്രം എപ്പോഴും തണുത്ത് വിറച്ചായിരിക്കാറ്. ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി കേട്ടോ. അങ്ങ് പറഞ്ഞു തീരുമ്പോഴേക്ക് ആൻസറിങ് എത്തി. ഗിഫ്റ്റ് മേടിച്ചേ പോകുള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കുവാണല്ലേ? ടീച്ചറാണല്ലോ, സ്കൂളിൽ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട്. ടീച്ചർക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാം. ഞാൻ വല്ലാതെ അടുക്കാതിരിക്കുന്നാവും നന്നാവുക അല്ലേ? ഗിഫ്റ്റ് വേണ്ടേ? ഗിഫ്റ്റ് വേണം, ഗിഫ്റ്റ് കൊടുത്തേ പറ്റുള്ളൂ. ഇതിൽ എനിക്കൊരു പാർട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല, കാരണം ക്വസ്റ്റ്യൻ പറഞ്ഞ ഉടനെ ആൻസർ കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാം. നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യന് പെട്ടെന്ന് ആൻസർ പറഞ്ഞു, മാം ടീച്ചറാണെന്ന് പറഞ്ഞു. സോ ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? സോ പ്ലീസ്. താങ്ക് യു. എന്ത് പേര്? ഫഹദ്. സാബിത. എവിടെ വീട്?
ഞങ്ങൾ രണ്ടത്താണ്. ഞാൻ ഗൾഫിലാണ്. ലീവിന് വന്നതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ വിമാർട്ടിൽ ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈം ആണ്. എന്താ തോന്നുന്നത്? എല്ലാ സെക്ഷനും കവർ ചെയ്തോ അതോ സ്റ്റാർട്ട് ചെയ്തു? സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മുടെ നാട്ടിലേക്ക് ഇത് എന്നോ ആവശ്യമുള്ളൊരു സംഭവമായിരുന്നു. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇപ്പോഴേ എത്തിയെന്നുള്ളൂ. അതിലുള്ളൊരു സന്തോഷമുണ്ട് അല്ലേ? സന്തോഷമുണ്ട്. കാരണം നമ്മളിത് പുറത്ത് രാജ്യത്ത് ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഇഷ്ടം പോലെ കാണാം. പക്ഷേ നമ്മുടെ നാട്ടിലില്ല. കോട്ടയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒന്ന് മുമ്പെന്നോ വരേണ്ടതായിരുന്നു. നല്ല ലേറ്റസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ലേറ്റസ്റ്റ് തമിഴ് സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ, സെയിം ആണല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ആവാല്ലേ? ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട്. സിമ്പിൾ ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. കുതിരയിലും മുതിരയിലും കടലിലും ഒരുപോലെയുള്ള ഒരു സംഭവം. കുതിര, മുതിര, കടലിലും ഇവിടെ ഈ 3 സ്ഥലത്തുള്ള ഒരു സംഭവം. മുതിരയിലും കുതിരയിലും കടലിലും ഒരുപോലെ ഉള്ളത് അല്ലേ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. മുതിരയിലും കുതിരയിലും കടലിലും. തിരയാണോ? കറക്റ്റ് ആൻസർ തിരയാണ്. കടലിലും തിരയുണ്ട്, കുതിരയിലും തിരയുണ്ട്, മുതിരയിലും തിരയുണ്ട്. 3ലും തിരയുണ്ടല്ലോ. അപ്പോൾ കറക്റ്റ് ആൻസർ. ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധി അത്ര അധികം ഉപയോഗിക്കരുത്. നമ്മൾ കുറച്ച് ലോ ലെവലിൽ വന്നാലേ ഈ വക ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? വേണ്ടേ? ഗിഫ്റ്റ് വേണം. ചൂലാണ് ഫസ്റ്റ് വാങ്ങിയത്. ഫസ്റ്റ് മേടിച്ച ചൂലാണ്. സെക്കൻഡ് കിട്ടുന്നത് നല്ല ഗിഫ്റ്റാണ് അല്ലേ? സോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകും. അതിന് മുൻപ് ആരാ അതിൽ പാട്ട് പാടാ? പാടും. പാട്ട് പാടിയേ പറ്റുള്ളൂ. പാടാറില്ല. വൈഫ് റിക്വസ്റ്റ് ചെയ്തിട്ടും പാടി തന്നില്ല. എന്തായാലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അതിന് ശേഷം ചിലപ്പോൾ പാടാൻ തോന്നിയാലോ? ആ ഗിഫ്റ്റ് ഒന്ന് എടുക്കും. വാങ്ങിച്ചോളൂ 2 പേരും കൂടെ നമ്മുടെ വിമാർട്ടിന്റെ ന്യൂ ഇയർ ഗിഫ്റ്റ്. സന്തോഷമായോ? ഒരുപാട് സന്തോഷമായി. വിമാർട്ടിൽ ഫസ്റ്റ് വന്നിട്ട് നല്ലൊരു ഗിഫ്റ്റ് കിട്ടിയില്ലേ? താങ്ക് യു. പാട്ടില്ല അല്ലേ? ഉറപ്പിച്ചു, ഒരു രക്ഷയില്ല. ഓക്കെ, then വീണ്ടും കാണാം. ബൈ. കേക്കിൻ്റെ ഒക്കെ സെക്ഷനിലാണ് വന്നത്. ആ ഒരു പാർട്ടിൽ തന്നെ നമ്മുടെ റൈസിൻ്റെ ഒരു പാർട്ടുണ്ട്. അവിടുത്തെ സ്റ്റാഫ്സാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. പേരെന്താ സർ? എൻ്റെ പേര് അർഷാദ് അഷ്റഫ്. എൻ്റെ പേര് നജ്മുദ്ദീൻ. എല്ലാവരും ഈ നാട്ടുകാരാണോ? അല്ല, ഞാൻ കോഴിക്കോടാണ്. ഞാൻ കൊണ്ടോട്ടി. ഞാൻ ഇവിടെ വന്നിയൂർ. ഒരാൾ മാത്രമേ അടുത്തുള്ളൂ, ബാക്കിയൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളവരാണ് അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട്? നമ്മുടെ സ്റ്റാഫ്സിനൊക്കെ ഇവിടെ സ്റ്റേക്കും പിന്നെ അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ? ഹാപ്പിയാണോ ഇവിടെ? ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ സർവീസും കാര്യങ്ങളും കസ്റ്റമേഴ്സൊക്കെ? അടിപൊളിയാണ്. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മുടെ റൈസ് സെക്ഷനിലാണല്ലേ? കുറച്ച് ഭാരപ്പെട്ട ജോലിയാണ്. ഭാരപ്പെട്ടതാണ്. ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റിൽ സാധനം ഇവിടെ എത്തിക്കും. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ റിസ്ക് ഒന്നുമില്ല. ഈ കാണുന്ന നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര റഫാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മറ്റേ 75 ഡയമണ്ട് ചാക്കാണ് വരുന്നത്. അത് ഇവിടുന്ന് ലോഡ് 75-85 ഒക്കെ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഫാമിലി മോഡാണ്. കാരണം സ്റ്റാഫ്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഈഗോ ക്ലാഷസ് ഒന്നും ഇല്ലാതെ നമ്മുടെ വിമാർട്ടിലെ സ്റ്റാഫ്സൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നല്ല ഫാമിലി മോഡിലാണ് എല്ലാവരും. താങ്ക് യു, പരിചയപ്പെട്ടതിൽ സന്തോഷം. V-Mart. We serve you the best supermarket and department store. Main Road, Chinguvetti, Kottikal. Low prices every day on everything. ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് വിമാർട്ടിൻ്റെ ബില്ലിംഗ് സെക്ഷനിലാണ്. ഭയങ്കര ബിസിയാണ് എല്ലാവരും. നല്ല റഷ് ടൈമാണത്. സോ ഇന്ന് നമ്മൾ ഒരുപാട് സെക്ഷൻസ് കവർ ചെയ്തു. പക്ഷേ ഇപ്പോഴും നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടില്ല. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഒരു ഫ്ലോർ നമുക്ക് കവർ ചെയ്യാണ്ട്. സോ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളും പുതിയ ഗെയിംസും ആയിട്ട് കാണും വരേക്കും. ഇറ്റ്സ് മീ ബബിത സൈനിങ് ഓഫ്. ലോകോത്തര ബ്രാൻഡുകളുടെ ഉന്നത നിലവാരമുള്ള 25,000-ൽ കൂടുതൽ പ്രോഡക്റ്റുകളുടെ വൈവിധ്യമാർന്ന ശ്രേണി. പർച്ചേസിന്റെ സ്വാതന്ത്ര്യവും സൗകര്യവും ഇനി അനുഭവിച്ചറിയൂ V-Martലൂടെ. V-Mart ഹൈപ്പർ മാർക്കറ്റ്. വി സെർവ് യു ദ ബെസ്റ്റ്. സമ്പൂർണമായൊരു ഷോപ്പിംഗ് പ്രപഞ്ചം. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അപ്പുറം V-Mart ഹൈപ്പർ മാർക്കറ്റ്.
ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഉൽപ്പന്ന വൈവിധ്യം. മധുമതി, കോട്ടയ്ക്കൽ വിമാർട്ട് ഹൈപ്പർ മാർക്കറ്റ് വന്നുട്ടോ. ഹാവ്, എനിക്ക് പകുതി ആശ്വാസമായി. വിമാർട്ട്, വി സെർവ് യു ദ ബെസ്റ്റ് സൂപ്പർമാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. മെയിൻ റോഡ്, ചെങ്കുവെട്ടി, കോട്ടയ്ക്കൽ. ലോ പ്രൈസസ് എവറിഡേ ഓൺ എവറിത്തിങ്. ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം.